അതിശക്തമായിട്ട് ജലവിരങ്കി ആവർത്തിച്ച് ചെവിയിലേക്കും വയറ്റിലേക്കും ആവർത്തിച്ച് ജലവിരങ്കി അടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സമരം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുൻപാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ജലവിരങ്കി ആയാലും ലാത്തി ചാർജ് ആയാലും നിങ്ങൾ കണ്ടത്. നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും മുദ്രാവാക്യം വിളിക്കാനോ സമരം ചെയ്യാനോ സ്വാതന്ത്ര്യം തരാതെ ആ രീതിയിലുള്ള അടിച്ചമർത്തലാണ്. ഞങ്ങളവിടെ സമരത്തിന്റെ തുടക്ക സമയത്ത് പ്രസംഗത്തിന് ശേഷം പെൺകുട്ടികൾ മാറി നിൽക്കുന്ന സമയത്താണ് വയറ്റിലേക്കും ചെവിയിലേക്കും ആവർത്തിച്ച് ജലവീരങ്കി അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയത്. അതിനുശേഷം വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാര് വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാവാമെന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡ് മൊത്തം ഒരു സർക്കിള് ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. KSU സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനാണ് പറഞ്ഞ ആൻ അടക്കം പരിക്കൊണ്ടെന്ന് തോന്നുന്നു. ചെവിയിൽ വെള്ളം കയറൽ പോലുള്ള ഇപ്പോൾ ജലപീരങ്കിയിലെ സ്ഥിരം പ്രശ്നമാണത്. അപ്പോൾ ജലപീരങ്കിയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല പ്രവർത്തകർക്ക് നേരെ അതികഠിനമായ മർദ്ദനം അഴിച്ചുവിടുന്നത് മാത്യു കുഴൽനാടൻ MLAക്ക് അടി കിട്ടിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ MLAക്ക് അടക്കം പരിക്കുണ്ട്. അതിൽ പ്രവർത്തകരെ അടിക്കുന്നതിൽ നിന്നും പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുകയായിരുന്നു മാത്യു. തടയാൻ ശ്രമിച്ച മാത്യുവിനും മർദ്ദനമേറ്റു. പോലീസിന്റെ അടികൊണ്ടു പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പല പ്രവർത്തകരുടെയും തലപൊട്ടി ആശുപത്രിയിലേക്ക് ആംബുലൻസിലടക്കം മാറ്റി തന്നെ പോലീസുകാർ മർദ്ദിച്ചു എന്ന് മാത്യു കുഴൽനാടൻ നേരത്തെ പറയുകയും ചെയ്തു. വണ്ടിയിൽ കയറ്റി പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തൊക്കെ നീക്കുകയാണ്. എങ്കിലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ കണ്ട സംയമനം എന്തായാലും ഇന്ന് പോലീസ് കാണിച്ചില്ല. എന്താണ് മുളകുപൊടി പോലീസിന് നേരെ മുളകുപൊടി ബലൂണിലും മുട്ടയിലും നിറച്ച് മുളകുപൊടികൾ ഉണ്ടായി പോലീസിന്. അതാണ് അത് വലിയ പ്രകോപനത്തിലേക്ക് എത്തുകയും ഉടൻ തന്നെ ഏതാണ്ട് ലാത്തി ചാർജ് എന്ന നിലയ്ക്ക് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രവർത്തകനെ പുറത്തിറക്കിയ മട്ടിൽ ഇന്നിപ്പോൾ വണ്ടിയിൽ നിന്ന് അതിൻ്റെ ജനാലയിലൂടെ ഒരു പ്രവർത്തകനെ പുറത്തിറക്കുന്നു. പുറത്തിറക്കിയ പ്രവർത്തകനെ പിന്നെയും പോലീസ് പിടിച്ച് അകത്തേക്കിടുന്ന കാഴ്ചകൾ കാണുന്നു. എന്തായാലും പ്രവർത്തകർ ചെറുക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് പിടികൂടിക്കൊണ്ട് പോകാതിരിക്കാൻ അവർ ചെറുക്കുകയാണ്. ഇന്നലത്തെ പോലെയുള്ള പക്ഷേ ചില്ല് തള്ളി തകർക്കൽ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് കണ്ടില്ല. പക്ഷേ പോലീസിൻ്റെ ആക്ഷൻ ഇന്ന് കണ്ടു. പോലീസിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെ പലയിടത്തും വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കാഴ്ച കണ്ടു. അത് ഇത്തരത്തിൽ KSUവിൻ്റെ DGP ഓഫീസ് മാർച്ച് വരുന്നു. അത് വരുന്ന വഴിയിൽ നവകേരള സദസ്സിൻ്റെ ഫ്ലക്സുകൾ കീറിക്കൊണ്ടായിരുന്നു ആ വരവ്. അതിനുശേഷം പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം, മുട്ടിലിഴയുന്ന പോലീസിനോട് നിവർന്നു നിൽക്കാൻ തന്നെയാണ് തീരുമാനം എന്ന ഒരു ഫ്ലക്സ് എന്ന ഒരു ബാനറൊക്കെ കണ്ടു. അതിനുശേഷം പോലീസുമായി ഏറ്റുമുട്ടൽ, ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള നീക്കം ഉള്ള ശ്രമം, പലയാവർത്തി ജലപീരങ്കി. അതിനുശേഷമാണ് മുളകുപൊടിയേറുണ്ടായതിനെ തുടർന്ന് പോലീസ് ആക്ഷൻ തുടങ്ങുകയും അടി തുടങ്ങുകയും ചെയ്യുകയായിരുന്നു.